ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി എന്താന്ന് പറഞ്ഞാൽ ഉലുവച്ചീര കിട്ടിയിട്ടുണ്ട്. ഉലുവച്ചീര വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ഉലുവച്ചീര കിട്ടിയാൽ സാധാരണ നമ്മൾ ഒരു തോരൻ വയ്ക്കും, അല്ലെങ്കിൽ പരിപ്പിലൊക്കെ ഇട്ട് വയ്ക്കും. അതിന് ചെറിയൊരു കയ്പുള്ള കാരണം എല്ലാവരും അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതായത് അതിൽ പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു റെസിപ്പി ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രീതിക്കൊന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ചെറിയൊരു കയ്പ് രസമൊക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഉലുവയുടെ ഈ വലിയ തണ്ടൊക്കെ എടുത്ത് മാറ്റിയാൽ മതി. അതായത് ഇങ്ങനെയുള്ള ഇതിൻ്റെ ഈ ഇതോടുകൂടി ഇതേപോലെ ഇങ്ങനെ നുള്ളി എടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവൻ എടുക്കണില്ല, ഇത് കൂടുതലുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. ഇത് ആദ്യം ഇങ്ങനെ നുള്ളി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എടുക്കണത്. കണ്ട, ഇതേപോലെ എടുക്കാം. ഇതിൻ്റെ ഈ ചെറിയ തണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ നുള്ളി എടുക്കാം. ഈ വലിയ തണ്ടൊക്കെ മാറ്റി നമുക്ക് ഇതേപോലെ എല്ലാം നുള്ളി എടുക്കാം. ഇങ്ങനെ ഉണ്ടായാൽ കുഴപ്പമില്ല. അതുപോലെ ഇതെല്ലാം വൃത്തിയാക്കി അങ്ങനെ എടുത്തിട്ട് കഴുകി എടുത്തു വരാം. ഉലുവ ചീര എല്ലാം നുള്ളിയെടുത്ത് അതേപോലെ 2-3-4 പ്രാവശ്യം കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതൊന്നും കൂടി വെള്ളം നല്ലോണം വാർന്നു പോട്ടെ. ഇനി നമുക്ക് അതിന് മുമ്പ് ഉരുളക്കിഴങ്ങ് ഒന്ന് തോലി ചെത്തി നമുക്ക് മുറിച്ചെടുക്കാം. ആദ്യം നമ്മളിതിൻ്റെ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഉരുളക്കിഴങ്ങ് തോലൊക്കെ ചെത്തി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുവിധം മീഡിയം സൈസിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും നമ്മൾ അരിഞ്ഞെടുത്തു. നമ്മൾ ഉലുവ ഒന്നിങ്ങനെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അധികാരം അങ്ങനെ ഇവിടെ നമ്മൾ വെക്കില്ല. പിന്നെ എല്ലാവർക്കും ഇത് കഴിക്കണം നല്ലതാണ്. വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചീരയാണത്. ഇത് ഇടയ്ക്കൊക്കെ നമ്മളെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ഉപ്പേരിയായിട്ടും തോരനായിട്ടും കറി വെച്ചിട്ടും ഇതേപോലെ ഒക്കെ വെച്ചാൽ കഴിക്കുന്നത് നല്ലതാണ്. ഉലുവയുടെ ഗുണം എല്ലാവർക്കും അറിയാലോ. ഈ ഉലുവയുടെ ഇലയാണ് നമ്മൾ ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഓരോ ഫുഡിലൊക്കെ ചേർക്കുന്നില്ല, കസൂരി മേത്തി പറഞ്ഞിട്ട്. അത് നമുക്കിങ്ങനെ ഉലുവച്ചീര കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണക്കി പൊടിച്ച് എടുത്ത് വയ്ക്കാം. എന്നിട്ട് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിലൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ്, നല്ലതുമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. നമുക്കതൊന്നും ശീലമില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഇനി ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ജീരകം ഒന്ന് പൊട്ടി വന്നാൽ, അത് പൊട്ടുന്നുണ്ട് കണ്ടില്ലേ, അത് പൊട്ടി വന്നാൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണോളം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണോളം, വലിയ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കും. അതൊന്ന് മൂത്ത് വരുമ്പോൾ
നമ്മളിട്ട് കൊടുക്കുന്നത് 2 സവാള പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കുക. നന്നായി അതൊന്ന് വാട്ടിയെടുക്കാം. ഈ പാകമാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഇടുന്നത് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മുറിച്ചിട്ടോ അങ്ങനെയോ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം മുരിഞ്ഞ് കറുത്ത് കളറാവും. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിലാണ് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് വാട്ടി വരുമ്പോൾ ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി അത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് ഇനി നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 2 തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് ആദ്യം നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ടേസ്റ്റിന് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് കുറേയൊക്കെ വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം. കണ്ട ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് അരിഞ്ഞ് വെച്ച ഉലുവയുടെ ഇല ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ആ ഉലുവയുടെ ചീരയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. ഇനി അവസാനമായിട്ട് അതിലേക്ക് നമ്മൾ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി.
നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉലുവച്ചീര ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കണ്ട അതിൻ്റെ ആ ഒരു നല്ല മണം എടുക്കുന്നുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഉലുവച്ചീരയൊക്കെ നല്ല ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.